ഇപ്പോൾ ലോകമെങ്ങും കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കായിക മത്സരങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിലുള്ള T20 ലീഗുകൾക്ക് തുടക്കമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്ന ICL ആയിരുന്നു എന്ന കാര്യം പലരും ഓർക്കാറില്ല. നിരവധി നിയമ പോരാട്ടങ്ങളും ഭരണപരമായ തടസ്സങ്ങളും ഉണ്ടായതിനെ തുടർന്ന് തകർന്നുപോയ ഒന്നാണ് ICL ടൂർണമെന്റ്. 2007 തുടക്കം കുറിച്ച ICL സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രമുഖ ക്രിക്കറ്റ് ലീഗായിരുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഫ്രാഞ്ചൈസികളും അന്താരാഷ്ട്ര താരങ്ങളും അണിനിരുന്ന ഈ ലീഗ് അന്ന് എല്ലാവർക്കും ഒട്ടേറെ പുതുമകളാണ് സമ്മാനിച്ചത്. പരമ്പരാഗതമായ രഞ്ജി ട്രോഫി ശൈലിയിൽ നിന്നും മാറിയാണ് ICL ഒരുക്കിയത്. ഇന്നത്തെ IPL പോലെയുള്ള ലേല നടപടികൾ അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു വൻകിട വാണിജ്യ കായിക വിനോദത്തിന്റെ എല്ലാ സാധ്യതകളും ICL മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ലേലത്തിന് പകരമായി താരങ്ങളുമായി സ്വകാര്യ കരാർ ഉണ്ടാക്കിയാണ് ഫ്രാഞ്ചൈസി ടീമുകൾ ഉണ്ടാക്കിയെടുത്തത്. നിരവധി പ്രമുഖരായ വിദേശ താരങ്ങളും ICL പങ്കെടുത്തിരുന്നു. ഡോക്ടർ സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള SL ഗ്രൂപ്പും സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസുമാണ് ICL പിന്നിൽ പ്രവർത്തിച്ചത്. BCCI നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംപ്രേഷണ അവകാശം ലഭിക്കാത്തതിനെ തുടർന്നാണ് സി ഗ്രൂപ്പ് സ്വന്തമായി ഒരു ലീഗ് എന്ന ആശയത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ 70കളിൽ കെറി പാർക്കർ നടത്തിയ വേൾഡ് സീരീസ് ക്രിക്കറ്റ് പോലെ ഒരു മാറ്റമാണ് സി ഗ്രൂപ്പ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. മാധ്യമ ഉടമയായ കെറി ഫ്രാൻസിസ് ബുൾമോർ പാർക്കറാണ് കെറി പാർക്കർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ നിലയങ്ങൾ, ഓസ്ട്രേലിയൻ വിമൻസ് വീക്ക്ലി, ബുള്ളറ്റിൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുമുള്ള കൺസോളിഡേറ്റഡ് പ്രസ് ഹോൾസിന്റെ ചെയർമാൻ ആയിരുന്നു പാർക്കർ. ഓസ്ട്രേലിയയിലെ വേൾഡ് സീരീസ് ക്രിക്കറ്റ് ആരംഭിച്ചതും കളർ ഡ്രസ്സുകൾ, രാത്രി മത്സരങ്ങൾ, വെളുത്ത പന്ത് തുടങ്ങിയ ആശയങ്ങൾ ഏകദിന ക്രിക്കറ്റിൽ പ്രാവർത്തികമാക്കിയതും പാർക്കറായിരുന്നു. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം തന്റെ ചാനൽ 9 എന്ന ടെലിവിഷൻ ചാനലിന് ലഭിക്കുന്നതിൽ പരാജയപ്പെട്ട പാർക്കർ സ്വന്തം നിലയിൽ കളികൾ സംഘടിപ്പിക്കുകയായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ കളിക്കാരെ വൻ പ്രതിഫലത്തിന് കരാർ ചെയ്ത് 1977-78 വേൾഡ് സീരീസ് ക്രിക്കറ്റ് എന്ന പരമ്പര പാർക്കർ ആരംഭിച്ചു. പിച്ചിൽ ഒളിപ്പിച്ച മൈക്രോഫോണുകളും പലതരം ക്യാമറ ആംഗിളുകളും ഉപയോഗിച്ച് ക്രിക്കറ്റ് സംപ്രേഷണത്തിന്റെ ചരിത്രം തിരുത്തിയതാണ് ആ സീരീസ്. കെറി പാർക്കർ സർക്കസ് എന്നറിയപ്പെട്ട വേൾഡ് സീരീസിൽ പങ്കെടുത്ത കളിക്കാരെ 79 ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ പല രാജ്യങ്ങളും അന്ന് വിലക്കുകയും ചെയ്തു. ഈ മോഡലിലാണ് ICL ഇന്ത്യയിൽ തുടങ്ങുന്നത്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് ICL ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചു. കൂടാതെ ടോണി ഗ്രേഗ്, ഡീൻ ജോൺസ്, കിരൺ മോറെ തുടങ്ങിയ പ്രമുഖരും ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിന്റെ അണിയറയിലുണ്ടായിരുന്നു. ആദ്യ സീസണിൽ 6 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ചണ്ഡീഗഡ് ലയൺസ്, ചെന്നൈ സൂപ്പർ സ്റ്റാർസ്, ഡൽഹി ജെറ്റ്സ്, ഹൈദരാബാദ് ഹീറോസ്, കൊൽക്കത്ത ടൈഗേഴ്സ്, മുംബൈ ചാമ്പ്യൻസ് എന്നിവയായിരുന്നു ആ ടീമുകൾ. ചെന്നൈയാണ് ആ സീസണിൽ കിരീടം നേടിയത്. രണ്ടാമത്തെ ICL പാകിസ്ഥാനിൽ നിന്നുള്ള ലാഹോർ ബാദ്ഷാസ്, ബംഗ്ലാദേശിൽ നിന്നുള്ള ധാക്ക വാരിയേഴ്സ് തുടങ്ങിയ ടീമുകളും പങ്കെടുത്തിരുന്നു. പഞ്ചകുളയിലായിരുന്നു പ്രധാനമായും മത്സരങ്ങൾ നടന്നത്. രണ്ടാം സീസണിൽ ലാഹോർ ബാദ്ഷാസ് ആണ് ജേതാക്കളായത്. BCCIയുടെ ശക്തമായ എതിർപ്പാണ് ICL തകർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറിയത്. ഇതിനെ ഒരു വിമത ലീഗായിട്ടാണ് BCCI കണ്ടത്. അങ്ങനെ ICL കളിക്കുന്ന താരങ്ങൾക്ക് ഔദ്യോഗിക ക്രിക്കറ്റിൽ വിലക്കും ഏർപ്പെടുത്തി. അതോടെ കരിയർ ഭയന്ന പല പ്രമുഖ താരങ്ങളും ലീഗിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കപിൽ ദേവിനെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. കൂടാതെ സ്റ്റേഡിയങ്ങൾ ലഭിക്കുന്നതിലും ICL വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ICL തങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയ വെല്ലുവിളി നേരിടാനാണ് BCCI 2008 IPL ആരംഭിക്കുന്നത്. ഔദ്യോഗിക അംഗീകാരവും വൻകിട സ്പോൺസർഷിപ്പുകളും സിനിമാ താരങ്ങളുടെയും ബിസിനസ് ഗ്രൂപ്പുകളുടെയും സാന്നിധ്യവും ഒക്കെ ആയപ്പോൾ IPL പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് 2009 ICL കളിച്ചവർക്കും IPL ചേരാൻ BCCI അവസരം നൽകിയിരുന്നു. അതോടെ മിക്കവാറും കളിക്കാർ IPL കൂടുമാറി. ഇന്ത്യയുടെ അതിസമ്പന്നമായ ക്രിക്കറ്റ് പശ്ചാത്തലത്തിൽ ഒന്നിലധികം ലീഗുകൾക്ക് ഇവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് നേരാണ്. പക്ഷേ പണം ഒറ്റയ്ക്ക് വാരാനുള്ള BCCIയുടെ ആഗ്രഹത്തിന് മുന്നിൽ ICL തകർന്നു വീണു. ലോകത്തിന്റെ മുന്നിൽ വിജയിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് IPL ആണെങ്കിലും ക്രിക്കറ്റിന്റെ വാണിജ്യ സാധ്യതകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ICL തന്നെയാണ്.